ഷോപ്പിംഗ് മാൾ പോലെ മനോഹരമായ ദുബായിലെ ഒരു മീൻ മാർക്കറ്റ്. 350-ലധികം വെറൈറ്റി മീനുകൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന 500-ലധികം വരുന്ന കടകൾ. ഞണ്ട്, കക്ക, നീരാളി തുടങ്ങി വ്യത്യസ്തങ്ങളായ മറ്റു കടൽ ജീവികൾ. ഫിഷ് കട്ടിങ്ങിനായുള്ള വിശാലമായ കട്ടിംഗ് ഏരിയ. കാണാം ദുബായ് ദേറയിലെ ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകൾ. സുഹൃത്ത് ജെയ്സനുമൊത്ത് ദുബായ് ഫിഷ് മാർക്കറ്റ് സന്ദർശിക്കാനായി പോവുകയാണ്. ഇപ്പോൾ ദുബായിലെ ഇൻഫിനിറ്റി ബ്രിഡ്ജിന് മുകളിലൂടെയാണ് പോകുന്നത്. വിശാലമായ പാലമാണ്. അൽ ഷിൻഡക, അൽ റാസ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന് 300 മീറ്ററോളം നീളമാണുള്ളത്. ഓരോ ദിശയിലും 6 വരികളുള്ള ഈ പാലം ദേറയും ബർദുബായും തമ്മിലുള്ള ബന്ധം എളുപ്പമാക്കുന്നു. റോഡിന് ഇടതുവശത്തായി കാണുന്ന ദേറയിലെ വാട്ടർഫ്രണ്ട് മാർക്കറ്റിനകത്താണ് ഫിഷ് മാർക്കറ്റുള്ളത്. ദുബായ് ഹാംറിയ പോർട്ടിന് തൊട്ടടുത്തായാണ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. കാർ പാർക്ക് ചെയ്ത് മാർക്കറ്റിനകത്തേക്ക് കയറി. ഒരു ഷോപ്പിംഗ് മാൾ പോലെ പണിതിരിക്കുന്ന വലിയൊരു മാർക്കറ്റാണിത്. നല്ല വൃത്തിയുള്ള പരിസരം. മാർക്കറ്റിനുള്ളിലൂടെ ഫിഷ് മാർക്കറ്റ് തേടി നടക്കുകയാണ്. സീ ഫുഡ്, മീറ്റ്, വെജിറ്റബിൾസ് തുടങ്ങിയവയാണ് പ്രധാനമായും വാട്ടർഫ്രണ്ട് മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുള്ളത്. നടക്കുന്ന വഴിയിൽ അലങ്കാര വസ്തുക്കൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഡ്രൈ ഫ്രൂട്ട്സ്, സ്പൈസസ്, സ്വീറ്റ്സ് എന്നിവ വിൽക്കുന്ന കടകൾ, ലുലു ഹൈപ്പർ മാർക്കറ്റ്, റെസ്റ്റോറന്റ് തുടങ്ങിയവയും ഈ മാർക്കറ്റിനകത്തുണ്ട്. മാർക്കറ്റിന്റെ പ്രധാന കവാടത്തിന് തൊട്ടു മുന്നിലായി ഒരു പഴയ ബോട്ടിന്റെ മാതൃക പ്രദർശിപ്പിച്ചിരിക്കുന്നു. മുകളിലായി മീനിന്റെ ചെറിയ രൂപങ്ങൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു സൂചനാ ബോർഡുമുണ്ട്. അത് നോക്കി ഫിഷ് മാർക്കറ്റിനടുത്തേക്ക് നടക്കുകയാണ്. വളരെ വലിയൊരു മാർക്കറ്റാണിത്. നമ്മൾ സാധാരണ കണ്ടു പരിചയിച്ച ഫിഷ് മാർക്കറ്റ് പോലെയല്ല. നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. ഈ മാർക്കറ്റ് ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ കർശന നിയമങ്ങൾ തന്നെയാണ്. ഇവിടെ പുകവലി അനുവദിക്കില്ല, വളർത്തുമൃഗങ്ങളെ കൊണ്ടുവരാനാകില്ല, മാന്യമായ വസ്ത്രധാരണവും പെരുമാറ്റവും നിർബന്ധമാണ്. ഇങ്ങനെ പോകുന്നു ഇവിടുത്തെ നിയമങ്ങൾ. ഓരോ കടകളും മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. പ്രത്യേകം യൂണിഫോമൊക്കെ ധരിച്ച ജോലിക്കാരാണ്. ഇവിടെ ധാരാളം ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ജോലി ചെയ്യുന്നു. കേറിയ പാടെ ആദ്യം കണ്ണുടക്കിയത് ചെമ്മീനിലാണ്. വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ചെമ്മീനുകൾ. വലിയ ടൈഗർ പ്രോൺസ് മുതൽ നോർമൽ സൈസിലുള്ള പ്രോൺസ് വരെയുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലേക്കാളും പൊതുവെ ഇവിടെ മീനിന് വില കുറവാണ്. തൊട്ടിപ്പുറത്ത് വലിയ ഞണ്ടുകൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. കല്ലുമ്മക്കായ്, കക്ക, വലിയ കണവ, നീരാളി തുടങ്ങിയവയെല്ലാം വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടി വലിയ മീനുകളാണ്. ഹമോർ, ചെമ്പല്ലി, സാൽമൺ, ഐക്കൂറ തുടങ്ങിയവയൊക്കെയാണവ. ചെറിയ സ്രാവിനെയും ഇവിടെ കാണാം. തൊട്ടിപ്പുറത്തേക്ക് വന്നാൽ കട്ട് ചെയ്തു വച്ചിരിക്കുന്ന മീനുകളാണ് വിൽക്കുന്നത്. സാൽമൺ ഫിഷാണ് കൂടുതലായുള്ളത്. സാൽമൺ കൂടാതെ മറ്റു മീനുകളുടെയും കട്ട് പീസുകൾ ഇവിടെയുണ്ട്. ഈ കാണുന്നത് ട്യൂണ ഫില്ലറ്റാണ്. അതിനടുത്തായി സാൽമൺ മുട്ടയാണ്. ഈ സാൽമൺ മുട്ടകൾ വ്യാപകമായി ഭക്ഷണത്തിനായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്.
ഇതിൽ പ്രോട്ടീൻ, ഒമേഗ 3, വൈറ്റമിൻ B12, വൈറ്റമിൻ D തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഒരു മികച്ച ഭക്ഷണ പദാർത്ഥമായാണ് സാൽമൺ മുട്ടയെ കണ്ടുവരുന്നത്. ഇവിടെ മീനുകളുടെ ചെകിള പൊളിച്ചു വച്ചിരിക്കുന്നത് കാണാം. ഫ്രഷ് മീനാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദേറ ഓൾഡ് ഫിഷ് മാർക്കറ്റ് പുതുക്കി പണിത് 2017 പുതിയ മാർക്കറ്റ് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. മീൻ വിൽക്കുന്ന 500-ലധികം കടകൾ ഇവിടെയുണ്ട്. അതുപോലെ 350-ലധികം വെറൈറ്റി മീനുകളാണ് ഇവിടെ ദിവസേന വിൽപ്പനയ്ക്കായി വയ്ക്കുന്നത്. ഈ മാർക്കറ്റ് 24 മണിക്കൂറും ഓപ്പൺ ആണ് എന്നത് വലിയൊരു സവിശേഷതയാണ്. ഫിഷ് മാർക്കറ്റിനുള്ളിലൂടെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുകയാണ്. ഫിഷ് വാങ്ങിക്കാനോ മാർക്കറ്റ് കാണാനോ ഒക്കെയായി ഇങ്ങോട്ട് വരുന്നവർ രാവിലെ വരുന്നതായിരിക്കും നല്ലത്. രാവിലെ നേരത്തെ എത്തിയാൽ തിരക്കൊഴിവാക്കുകയും നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കുകയും ചെയ്യാം. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ചാളയും അയലയും കിളിമീനുമെല്ലാം ഇവിടെയുണ്ട്. ഇതാണ് പാരറ്റ് ഫിഷ്. നല്ല കളർഫുള്ളായ ഈ മീനെ കാണാൻ ഒരു പ്രത്യേക രസമാണ്. ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. മാർക്കറ്റിനകം മുഴുവൻ ഒരു മെഷീൻ ഉപയോഗിച്ച് ഇടയ്ക്കിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അതിനായി പ്രത്യേകം ജീവനക്കാരുമുണ്ട്. ഫിഷ് മാർക്കറ്റിനോട് ചേർന്ന് തന്നെ ഫിഷ് കട്ട് ചെയ്ത് കൊടുക്കുന്ന സ്ഥലം കൂടിയുണ്ട്. ഗ്ലാസ് കൊണ്ട് വേർതിരിച്ച വിശാലമായ ഒരു ഏരിയയാണിത്. ഇവിടെ കൗണ്ടറിൽ പണമടച്ച് നമ്മൾ വാങ്ങിയ മീൻ നൽകിയാൽ ഇവർ വൃത്തിയായി കട്ട് ചെയ്തു തരും. മീനിന്റെ ഭാരം തൂക്കി നോക്കിയാണ് കട്ടിങ്ങിനായി നമ്മൾ എത്ര പണം നൽകണം എന്ന് തീരുമാനിക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഫിഷ് കട്ടിംഗ് ഏരിയയൊക്കെ വേണ്ട സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഫിഷ് മാർക്കറ്റിന്റെ മറ്റൊരു ഏരിയയിലേക്ക് നടന്നു. ഇവിടെ ഉണക്കമീനുകളാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ചെറുതും വലുതുമായ ഉണക്കമീനുകൾ പാക്ക് ചെയ്തു വെച്ചിരിക്കുന്നു. ചെറിയ ഉണക്കമീൻ പാക്കറ്റുകൾ മുതൽ വലിയ പാക്കറ്റുകൾ വരെ ഇവിടെ നിന്ന് വാങ്ങാം. ആ കാഴ്ചകളും കണ്ട് ഫിഷ് മാർക്കറ്റിൽ നിന്നും ഇറങ്ങുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.